മനുഷ്യന്മാരെ AI കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഇനി അത് വേണ്ട. ഇനി ഒരു സ്റ്റാഫ് പോലും വേണ്ട. ഒരു സംരംഭകന് അവൻ്റെ ചിന്തകളെ സ്പോട്ടിൽ അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റും. AIയുടെ യുഗം ഇനി മുന്നിലേക്ക് വരാൻ പോവാണ്. അപ്പോൾ ഈ ഒരു AI യുഗത്തിൽ B2B മാർക്കറ്റിങ്ങിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കസ്റ്റമർ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കസ്റ്റമറെ എങ്ങനെ വളച്ചൊടിച്ച് ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് AIക്ക് അറിയാം. ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫിന് ബുദ്ധി കുറവാണെങ്കിൽ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. AIക്ക് എന്തായാലും AIക്ക് പറ്റും. എന്താണ് ഈ ഓട്ടോമേഷൻ എന്ന് പറയാം? ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ വരുന്ന ഫസ്റ്റ് മുഖം സുബിലാലാണ്. എന്താണ് ഈ ഓട്ടോമേഷൻ എന്ന് പറയാം? ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ സമയം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ഫ്ലൈ. ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരു വ്യക്തിനെ ജോലിക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു, അവൻ ആ കാര്യം നമുക്ക് ചെയ്തു തരുന്നു. ഇതാണല്ലോ നമ്മളുടെ ആവശ്യം. തീർച്ചയായിട്ടും അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഇൻ്റലിജൻസ്. നമ്മുടെ സ്റ്റാഫിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഇൻ്റലിജൻസ്. ഓക്കെ. അതാണ് AI എന്ന് കൂട്ടുക. ഇനി ഈ ഇൻ്റലിജൻസ് ഉള്ള ആൾ പണിയെടുത്തില്ലെങ്കിലോ നഷ്ടമല്ലേ? അത് എല്ലാ സ്ഥാപനങ്ങളും അതാണ് നടക്കുന്നത്. അപ്പോൾ അവൻ നമുക്ക് പണിയെടുത്ത് തരണം. എക്സിക്യൂഷൻ, അതാണ് ഓട്ടോമേഷൻ. അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഒരു കാര്യം എപ്പോഴാണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേണം അവൻ ചെയ്യാനായിട്ട്. അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നു. അതിന് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കുന്ന ഒരു സ്റ്റാഫിനെയാണ് ശരിക്കും ഒരു ഓട്ടോമേഷൻ നമുക്ക് പറയാൻ പറ്റുക. സ്റ്റാഫ് പോലത്തെ ഒരു AI. അതെ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യന്മാരെ ജോലിക്ക് വെക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റാഫ് എന്ന് പറയുന്നത്. മനുഷ്യന്മാർക്ക് പകരം വേറെ എന്തിനെങ്കിലും നമ്മൾ ജോലിക്ക് വെക്കുന്ന ഒരു കൺസെപ്റ്റ് ആലോചിച്ച് നോക്കൂ. ബേസിക്കലി നമുക്ക് കാര്യം നടത്താൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ആൾക്കാരെ വെക്കുന്നു. അത് ആളായിരിക്കാം, ചിലപ്പോൾ പശുവായിരിക്കാം, ചിലപ്പോൾ കാളയായിരിക്കാം. അപ്പൊ ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ വരുന്നത് കാരണം ഈ മനുഷ്യന്മാരെ അപ്പോൾ AI നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. മനുഷ്യന്മാരെ AI കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും? ഇല്ല. എന്താണ് അതിന്റെ കാരണം? എന്താണ് ശരിക്കും? കാരണം മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ദൈനംദിന കാര്യങ്ങളിൽ പെട്ടുകിടക്കുക അവൻ. അപ്പോൾ ഇവൻ്റെ കുറേ കാര്യങ്ങൾ AI ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇവന് ഭയങ്കര പവർ വരും. അവൻ്റെ ടൈമിൻ്റെ യൂട്ടിലൈസേഷൻ മാറും. ഇതുവരെ അവൻ എത്താൻ പറ്റാത്ത പ്രതലങ്ങളിൽ പല ആൾക്കാരും എത്താൻ തുടങ്ങും. വലിയൊരു കോൺഫ്ലിക്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞു ഈ എല്ലാ സ്ഥാപനങ്ങളും ശരിക്കും പ്രശ്നം അനുഭവിക്കുന്നത് ടീം ബിൽഡിങ്ങിലാണ്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരു മീഡിയം ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വർക്കേ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഈ ആളുകളുടെ ഒരു പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റിനൊക്കെ ഈ ഓട്ടോമേഷൻ ഹെൽപ്ഫുൾ ആണ് ഭയങ്കരമായിട്ട്. കാരണം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, നമ്മളെന്നും ആഗ്രഹിക്കുന്നത് അവൻ എന്നും സെയിൽസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഇവൻ ഫേസ് ചെയ്യുന്ന കുറേ ചലഞ്ചസ് ഉണ്ട്. അതായത് ഇവൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് കസ്റ്റമർ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഈ കമ്പനിയെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ എഫിഷ്യൻസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മൾ ഇന്ത്യ എന്താ പറയുക, നമ്മളെ സെയിൽസ് ടീം പോരാന്ന് പറയും. പക്ഷേ അവൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്താൽ ഗുണം ഇവൻ പിന്നെ കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് ഓൾറെഡി കസ്റ്റമർ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവൻ ആ ഫൈനൽ ക്ലോസിങ് മാത്രം ചെയ്താൽ മതി. ഇവന്റെ പണി ശരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് എളുപ്പമാകും. ഇവന്റെ പവർ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. 8 മണിക്കൂർ ജോലി കൂടുതൽ കൺവേർഷൻ ഓറിയന്റഡ് ഏരിയയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അൺവാണ്ടഡ് തിങ്സ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഈ ഇടയ്ക്ക് ഞാൻ കേട്ട ഭയങ്കര വലിയൊരു വാക്കാണ് ഒരാളെ കൊണ്ട് 1 മില്യൺ അല്ലെങ്കിൽ 1 ബില്യൺ ഉള്ള സംരംഭമൊക്കെ കെട്ടിപ്പടക്കാന്ന്. ഭയങ്കര വൈറൽ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. AI വരുന്നുള്ളൂ. അതോടെ ആൾക്കാരൊക്കെ ഭയങ്കര പേടി. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു ഈ സാഹചര്യത്തിൽ? ഇത് വളരെ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, പ്രൊഡക്റ്റ് ഡിജിറ്റലി സ്കെയിലബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 1000 പേര് വാങ്ങിയാലും 10,000 പേര് വാങ്ങിയാലും കൊടുക്കാൻ ഇൻവെന്ററി ഉണ്ടായിരിക്കണം. അതിനൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ് ഇന്ന് പറ്റുള്ളൂ. ആ മേഖലയിൽ ഒരാൾക്ക് $1 ബില്യൺ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സമീടയിൽ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 1,00,000 പേര് ഓർഡർ ചെയ്താലും സമീടയിൽ കൊടുക്കാൻ പറ്റും എന്ന് വിചാരിക്കാം. സമിക്ക് എന്താ വേണ്ടത്? സമിക്ക് വേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണം. അതാണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അത് ഇന്ന് വൈബ് എഞ്ചിനീയറിംഗ് വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് വേണ്ടത് വെബ്സൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഹോസ്റ്റിംഗ്, അത് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. പിന്നെ ലോഗോ, പേര്, ഇത് നമുക്ക് AI വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ ആർക്കും ഇന്ന് ചെയ്യാൻ അറിയാം. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ഓട്ടോമേറ്റ് ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ആഡ് സ്പെൻഡ് ചെയ്യുക, AI വെച്ചിട്ട് സെയിൽസ് പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യുക, എന്നിട്ട് പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുക. അപ്പോൾ ഞാനൊക്കെ ഈ ഒരു ഫ്ലൈ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ആപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ആപ്പൊക്കെ ചെയ്യാൻ ഞാൻ അല്ല ഒരുപാട് ആളുകൾ ആപ്പ് ചെയ്ത് ആപ്പിലായവരുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊക്കെ AIയുടെ ഒരു ഓട്ടോമേഷൻ എങ്ങനെയാണ്? അതിനെ എങ്ങനെ? ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമ്മൾ മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്നത് ലോജിക്കലി കറക്റ്റ് അല്ല. കാരണം ആൾക്കാർക്ക് ആപ്പ് വേണ്ട ഇനി. അപ്പോൾ ആപ്പല്ല വേണ്ടത്. കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ സ്ക്രീനാണ് വേണ്ടത്.
അതൊരു വെബ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് PWA എന്ന് പറഞ്ഞിട്ട് പവേർഡ് വെബ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഈ PWA ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ആപ്പ് പോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരു ആപ്പ് വേറെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഈ PWA കൈൻഡ് ഓഫ് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഒരു ഡെവലപ്പർ വേണ്ട, ഒരു സോഫ്റ്റ്വെയർ കമ്പനി വേണ്ട. സമിക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെങ്കിൽ സമിക്ക് തന്നെ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ഒരു ആളോട് പറയുകയാണ് എനിക്ക് ഈ സോഫ്റ്റ്വെയർ വേണം, ഇതിനകത്ത് ഇന്ന മാറ്റങ്ങൾ വേണം എന്നുള്ളത്, ഇത് അയാൾക്ക് മനസ്സിലാവണം, അയാൾ ഡെവലപ്പറുടെ അടുത്ത് പറയണം, ആ ഡെവലപ്പർ വൃത്തിക്ക് ആ സാധനം എഴുതി തരണം, എന്നിട്ട് ചെക്ക് ചെയ്യണം. ഒരുപാട് കാര്യങ്ങളില്ലേ, ഇതൊന്നും വേണ്ട. സമി അയാളോട് പറയുന്നതിന് പകരം സമി AI പറയുന്നു, AI വിത്തിൻ 1 മിനിറ്റ് അത് ബിൽഡ് ചെയ്ത് വരുന്നു. അപ്പോൾ സമിക്ക് തോന്നുകയാണ് ഇതിനകത്ത് ഈ മാറ്റം വേണം, വീണ്ടും AI പറയുന്നു, AI ചെയ്ത് തരുന്നു. ഹൗ ഫാസ്റ്റ് ഈസ് ഇറ്റ്? അപ്പോൾ IT കമ്പനികൾക്ക് ഒരുപാട് എമൗണ്ട് കൊടുത്തിട്ട് പല കമ്പനികൾ ആപ്പിലായിട്ടുണ്ടെങ്കിൽ ഇനി അത് വേണ്ട. ഇനി ഒരു സ്റ്റാഫ് പോലും വേണ്ട, ഒരു സംരംഭകന് അവൻ്റെ ചിന്തകളെ സ്പോട്ടിൽ അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റും. നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ നമ്മുടെ വാട്സാപ്പൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഓൺടർപ്രണേഴ്സും വാട്സാപ്പിൻ്റെ കുറച്ചൊക്കെ ഫെസിലിറ്റീസ്, അതായത് ബൾക്ക് മെസ്സേജിങ്, അതുപോലെ വാട്സാപ്പ് ഓട്ടോമേഷൻ്റെ ചെറിയ ഫെസിലിറ്റീസ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഇനി ഒരു AI ഏജന്റിനെ ട്രെയിൻ ചെയ്യുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ എങ്ങനെ നോക്കിക്കാണും? നമുക്ക് വേണ്ടി ഒരു AI ഏജന്റ്. വാട്സാപ്പ് ബിസിനസ്സിൽ നമുക്ക് AI ഏജന്റ് ഇപ്പം അടുത്ത് തന്നെ മെറ്റ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വാട്സപ്പ് ബിസിനസ്സിൽ വരുന്ന മെസ്സേജസിന് ഓട്ടോമാറ്റിക്കലി റിപ്ലൈ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വാട്സപ്പിൽ ഇപ്പോൾ വരും. പക്ഷേ ഇത് ഓൾറെഡി വാട്സപ്പ് API ഓൾറെഡി ഉണ്ട്. വാട്സപ്പ് API എന്ന് പറയുന്ന വാട്സപ്പിൻ്റെ മറ്റൊരു സർവീസിൽ ഈ ഏജന്റ് അവൈലബിൾ ആണ്. ഈ ഏജന്റിനെ നമുക്ക് വെബ്സൈറ്റിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ എല്ലാം നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഏജന്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഡാറ്റ, നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഡാറ്റ ആ കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അഡ്രസ്സ് ചെയ്ത് അതിനെ ആൻസർ ആക്കി ഇതിനെ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇതിൻ്റെ നോളജ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതായത് കസ്റ്റമർ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കസ്റ്റമറെ എങ്ങനെ വളച്ചൊടിച്ച് ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് AIക്ക് അറിയാം. ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫിന് ബുദ്ധി കുറവാണെങ്കിൽ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല, AIക്ക് പറ്റും. ചാറ്റ് ബോട്ടിൽ ചിലപ്പോൾ നമ്മൾ പ്രീ ഡിഫൈൻഡ് അല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് സ്റ്റക്കാവും. AI ഏജന്റ് അങ്ങനെയല്ല, അത് ഇന്റലിജന്റ് ആയിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സിനാരിയോ മനസ്സിലാക്കി ശരിക്കും നമ്മളൊരു സെയിൽസ് പേഴ്സൺ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ. അത് സെയിൽസ് എന്ന് പറയുന്ന ഒരു മേഖല, കസ്റ്റമർ സപ്പോർട്ട് ആയിരിക്കാം, എല്ലാ മേഖലയിലും ബാങ്കിങ്ങിലൊക്കെ നല്ലോണം വരുന്നുണ്ട്. AIയുടെ യുഗം ഇനി മുന്നിലേക്ക് വരാൻ പോവാണ്. അപ്പോൾ ഈ ഒരു AI യുഗത്തിൽ B2B മാർക്കറ്റിങ്ങിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? B2B മാർക്കറ്റിങ്ങിൽ നമുക്ക് 2 രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ശരി നോക്കിയാൽ മതി, B2B എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ, അതർ സൈഡ് ഓൾസോ ബിസിനസ് പേഴ്സൺ ആണല്ലോ. അപ്പോൾ ഒന്ന് നമുക്ക് ലിങ്ക്ഡിൻ നല്ലൊരു മേഖലയാണ് B2B മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ B2B മാർക്കറ്റിങ്ങിൽ ലിങ്ക്ഡിൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെയും ഓട്ടോമേഷൻ ഉണ്ട്, ലിങ്ക്ഡിൻ ഓട്ടോമേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനീസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമേറ്റഡ് കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും, മെസ്സേജസ് കൊടുക്കാൻ പറ്റും, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പോൾ എനിക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണം UK പല കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. എക്സാക്ട്ലി സെയിം തിങ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൂഗിൾ API നമുക്ക് കിട്ടും, ഗൂഗിൾ പ്ലേസസിൻ്റെ API കിട്ടും. ഒരു വൈബ് കോഡിങ് വെച്ചിട്ട്, ഒരു വൈബ് എഞ്ചിനീയറിംഗ് ഒരു പ്ലാറ്റ്ഫോം നമ്മൾ തന്നെ ബിൽഡ് ചെയ്തിട്ട് ഈ ഗൂഗിൾ API ഇതുമായിട്ട് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിലുള്ള ബിസിനസ് ഡാറ്റ നമുക്ക് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ കിട്ടും. ആ ഡാറ്റയിലേക്ക് നമ്മൾ ഒരു കോഡും കൂടി എഴുതുകയാണ്, ഈ വരുന്ന ഡാറ്റയിലേക്ക് എനിക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജസ് പോകണം. അത് കോഡ് എഴുതി അവിടെ ഒരു വെബ് ബുക്കോ APIയോ വെച്ചിട്ട് ഒരു വാട്സപ്പും കൂടെ പ്ലഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് ഡാറ്റ വരുന്നു, വാട്സപ്പിൽ മെസ്സേജ് പോകുന്നു. ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഉണ്ടാക്കാൻ 10-15 മിനിറ്റ് മതി. ശരിക്കും നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ പറയുവാണെങ്കിൽ, നമ്മൾ ഒരു എന്താ പറയുക, കടലിൽ മീൻ പിടിക്കാൻ പോകുന്നു, എനിക്ക് കരിമീൻ മാത്രം മതി എന്ന് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നത് പോലെ നമുക്കത് മാത്രം കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. കാലം അങ്ങനെ അതിവേഗം മാറുവാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക സമയം, അതായത് എത്രയോ സമയമാണ് നമ്മൾ എന്തിനോ വേണ്ടി മാറ്റിയിരുന്നത്. ഇനി അതല്ല പ്രശ്നം, നിനക്ക് പ്രൊഡക്റ്റ് ഉണ്ടോ വിൽക്കാൻ, നിനക്ക് ആൾക്കാരുടെ ചോദ്യങ്ങളെ കൺവേർട്ട് ചെയ്ത് സെയിൽസ് കൊടുക്കാൻ പറ്റുമോ, പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ പറ്റുമോ, അത് മതി. ഒരു മാൻ പവർ ഓഫീസ് ഒന്നും വേണ്ട. ഒരു സംരംഭകരുടെ അടുത്ത് നമ്മൾ അങ്ങനെ വേണം പറയാനായിട്ട്. ഇനി ഞാൻ പറഞ്ഞ മനസ്സിലായോ, ഇൻഫ്രാസ്ട്രക്ചർ, മാൻ പവർ, ടീം ബിൽഡിംഗ്, ഫോക്കസ് ഓൺ ദ ക്ലിയർ സെയിൽസ്, ഡെലിവറി, ഇൻവെൻട്രി എപ്പോഴും ഫിൽ ചെയ്ത് വെക്കുക, സെൽ ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. മണി മേക്കിംഗ് മാത്രം എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സിലേക്ക് ഈസി ആയിട്ട് ഓൺടർപ്രണേഴ്സിന് മാറാൻ സാധിക്കുന്ന ഒന്നാണ് ഓട്ടോമേഷൻ. ഇനിയിപ്പോൾ ഓട്ടോമേഷനിൽ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് പറയാം. എന്താണ് അതിൻ്റെ ഒരു ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ CEO തൊട്ട് താഴെ വരെയുള്ള എല്ലാ സിസ്റ്റവും പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്പറിലൂടെ മനസ്സിലാക്കും. നമ്മൾ ഫ്ലൈയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ എന്നിരുന്നാലും അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടൊന്ന് പറയാമോ? ഈ പ്ലാറ്റ്ഫോമിന്റെ പേര് ട്രാക്ഷൻ X എന്നാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ പേര്.
ശരിക്ക് ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ ഏറ്റവും ആദ്യം ജനിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണല്ലോ. പൈസ ഇറക്കുന്ന 1 രൂപ ഇറക്കിയാൽ അവൻ ഇൻവെസ്റ്ററായി മാറിയല്ലോ. അപ്പോൾ ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എപ്പോഴും ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ അനലൈസ് ചെയ്യാൻ പറ്റണം. എന്താണ് സംഭവിക്കുന്നുള്ളത്. അതാണ് ട്രാക്ഷൻസിൻ്റെ ഒരു പ്രധാന പർപ്പസ്. ഒരു ഇൻവെസ്റ്റർക്ക് അവൻ്റെ ബിസിനസ്സിൽ ഡെയിലി റിപ്പോർട്ട്സ് കാണാൻ പറ്റും. സെക്കൻഡ് വരുന്നത് ഒരു CEO, അവനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവന് ഡെയിലി മാർക്കറ്റിംഗ് ടീമിൻ്റെ റിപ്പോർട്ട്സ് വേണം, സെയിൽസ് ടീമിൻ്റെ റിപ്പോർട്ട്സ് വേണം, ഓപ്പറേഷൻസിൻ്റെ റിപ്പോർട്ട്സ് വേണം. ഇതെല്ലാം വേണം. ഇതെല്ലാം കിട്ടിയിട്ട് വേണം ഇവൻ്റെ കാര്യം ചെയ്യാനായിട്ട്. അതെല്ലാം ഇതിനകത്ത് പറ്റും. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് വരുന്നത്. ഇവിടെ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഈ ഡെയിലി റിപ്പോർട്ട്സ് കണ്ടിട്ട് AI പറഞ്ഞു തരും നിൻ്റെ ബിസിനസ് എന്ന് പൂട്ടും, അല്ലെങ്കിൽ നീ ഗ്രോത്ത് ഉണ്ടാക്കുമോ, നീ ഈ വർഷം സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിൽ എവിടെ എത്തി, ഇനി നീ എന്താ ചെയ്യേണ്ടത്, അത് ഇതുവരെ എത്തിയിരിക്കുന്ന ഇത് വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ നീ എന്താണ് എടുക്കേണ്ടത്, ഇതെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും. ശരിക്കും 2 മാസം കൃത്യമായിട്ട് ഇൻപുട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഏത് ലെവലിലാണ്, എങ്ങോട്ടാണ് പോകുന്നത് എല്ലാം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. എക്സാക്ട്ലി. ഞാൻ കണ്ടു മറ്റേ ക്രിക്കറ്റിൽ IPL സ്കോർ കാണുന്ന പോലെ വേഴ്സ്റ്റ് കേസ് സെനാരിയോ, അതെ, നോർമൽ പ്രഡിക്ഷൻ. പ്രഡിക്ഷൻ. അത് കണ്ടപ്പോൾ തന്നെ കൊള്ളാമല്ലോ. ഇത് എന്താ പറയാ, ക്രിക്കറ്റിലൊക്കെ നമ്മൾ പറയുമല്ലോ IPL ഇപ്പോൾ 10 ഓവറിൽ 100 അടിച്ചിട്ടുണ്ടെങ്കിൽ 20 ഓവറിലെങ്കിൽ 215 എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു പ്രഡിക്ഷനാണ് ബിസിനസ്. നിങ്ങൾ ഇത്ര ഇപ്പൊ നമ്പേഴ്സിന്റെ കളിയാണ് ശരിക്കും ബേസിക്കലി. അത് റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. റൺ റേറ്റ് മെയിൻ. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓട്ടോമേഷന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയൊക്കെ ഒന്നൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തതും അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും ഒന്ന് പറയാൻ പറ്റും? ഇപ്പോൾ ഇവിടെ മലയാളികൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ബ്രാൻഡ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തത് റോയൽ ഡ്രൈവ് ആണ്. ഇപ്പോൾ റോയൽ ഡ്രൈവിന് വേണ്ടി നമ്മളൊരു AI ഇൻഫ്ലുവൻസർ റോയൽ ഡ്രൈവ് ഉണ്ടാക്കി. ഈ ഇൻഫ്ലുവൻസറിന് ഓട്ടോമേഷൻ വിത്ത് AI പവർ നമ്മളാണ് കൊടുത്തത്. റോയൽ ഡ്രൈവിൻ്റെ ഇൻഫ്ലുവൻസർ വീഡിയോസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ചെന്ന് കഴിഞ്ഞാലും കസ്റ്റമറുടെ എൻക്വയറി കേട്ട് കസ്റ്റമർക്ക് ഏത് കാറാണോ വേണ്ടത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെയിം ടൈമിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സെയിൽസ് ടീമിന് പാസ്സാവും. അപ്പോൾ സെയിൽസ് ടീം അത് പിന്നെ അവിടെ നിന്ന് ഫർദർ ഫോളോ അപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഒരാൾ കാർ സെല് ചെയ്യാനാണെങ്കിൽ അതും AI ചോദിച്ച് ഡീറ്റെയിൽസ് എടുത്തിട്ട് പർച്ചേസ് ടീമിൻ്റെ അടുത്തേക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഇത് കൃത്യമായിട്ട് സിസ്റ്റത്തിൽ ഓട്ടോമേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് നമ്മൾ റീസെൻ്റ്ലി ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. ഈ ഫ്ലൈയിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഫ്ലൈനെ കുറിച്ച് എന്ത് തോന്നുന്നു? ഒരു വിഷൻ ആണല്ലോ എപ്പോഴും ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഫൗണ്ടർ, വിഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ്. ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റീവ് ജോബ്സ് ആണ് അല്ലേ, എന്നിട്ടാണ് അത് ആപ്പിൾ ഉള്ളൂ. അപ്പോൾ ഇവിടെ സമി കൊണ്ടുവന്ന ആ ഒരു വിഷൻ എന്താണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ് അതിൻ്റെ പ്രധാന ഹൈലൈറ്റ്. 2, ഫ്ലൈ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഡിസൈനിങ് തന്നെ ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ ഫ്രം ഈച്ച് ഇൻഡസ്ട്രി, അവരെ വെച്ചിട്ട് അവരോട് പലവട്ടം സംസാരിച്ച് എങ്ങനെ റിസൾട്ട് കൊടുക്കാൻ പറ്റും, വരുന്ന മെമ്പേഴ്സിന് എങ്ങനെ ബെനിഫിറ്റ് കിട്ടും, എങ്ങനെ അവരുടെ ഗ്രോത്ത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ആ ഹോംവർക്ക് തന്നെയാണ് ഫ്ലൈയുടെ ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അത് അതുപോലെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഫ്ലൈയിൽ വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും കിട്ടുന്നുണ്ടാവും. ഫ്ലൈയിൽ ജോയിൻ ചെയ്തതിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് ഓട്ടോമേഷനെ കുറിച്ച് ഒരുപാട് ഇൻപുട്സ് നമുക്ക് കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഫ്ലൈയിൽ ജോയിൻ ചെയ്യുന്ന ഓരോരുത്തരുടെയും ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യാനും അതിലൂടെ മുന്നോട്ട് പോകാനും വളരാനും ഒക്കെ സഹായിക്കട്ടെ. അതിനൊക്കെ ഹെൽപ്ഫുള്ളായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാം.